മുടി വെട്ടാൻ പോവല്ലേ? ഇന്ന് നമ്മൾ നാച്ചുറൽസിലെ ദച്ചുവിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കട്ട് ചെയ്യാൻ വന്നേക്കാന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനെ ഒന്നും ചെയ്യാനില്ല. സ്കൂൾ തുറന്നല്ലോ, അപ്പോൾ പിന്നെ അവൻ്റെ സ്കൂളിൽ അലൗ ചെയ്യുന്ന ഹെയർ കട്ടാണ് ക്രൂ കട്ട്. സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ പിന്നെ അവർ പറയുന്ന ഹെയർ കട്ട് അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. എന്നാൽ പിന്നെ അതിൻ്റെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ഹെയർ കട്ടിങ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദച്ചു എന്നെ നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അവൻ നാച്ചുറൽസിലാണ് ഹെയറൊക്കെ കട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇതുവരെ അവളുടെ ഹെയർ കട്ട് ചെയ്യാൻ വന്നിട്ടും ആ തലയുടെ മുകളിലിരിക്കുന്ന ആ ക്ലിപ്പുകൾ അവന് വെച്ച് കൊടുത്തിട്ടില്ല. അത് കണ്ടപ്പോൾ അവൻ എന്തോ ഒരു ചിരി വരുന്നുണ്ട്. അതാണ് അവൻ ഇങ്ങനെ ചിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആ ചേട്ടൻ എൻ്റെ അടുത്ത് എന്തോ ചോദിക്കുന്നുണ്ട്. വളരെ പതുക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ പുള്ളിയുടെ ലാംഗ്വേജ് എനിക്ക് അത്ര വലിയ പിടിയില്ലാത്തതുകൊണ്ടും പുള്ളി ഭയങ്കര പതുക്കെ ചോദിക്കുന്നതുകൊണ്ടും എനിക്കൊന്നും മനസ്സിലായില്ല. അവസാനം പുള്ളിക്കും മനസ്സിലായി, എനിക്കൊന്നും മനസ്സിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം അങ്ങോട്ട് നിർത്തി. അങ്ങനെ നമ്മുടെ ഹെയർ കട്ടിങ് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഹെയർ കട്ട് ചെയ്യുന്ന സുഖം പിടിച്ച് അവസാനമായപ്പോഴേക്കും ദച്ചുവിന് ചെറുതായിട്ട് അവർക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അങ്ങോട്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഹെയർ കട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഹെയർ കട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ നേരെ പോകുന്നത് ദച്ചുവിൻ്റെ ഡ്രോയിങ് ക്ലാസ്സിലേക്കാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.